കാവ്യയുമായി ബന്ധമുണ്ടെന്ന കാര്യം അറിഞ്ഞ മഞ്ജുവിനോട് തിരുത്തി പറയണമെന്ന് ദിലീപ് ആവശ്യപ്പെടുന്നു. ഇതിന് സാക്ഷികളില്ല. ദിലീപിന്റെ ഭീഷണി എന്തുകൊണ്ട് മറ്റു താരങ്ങൾ കേട്ടില്ല എന്നതാണ് മറ്റൊരു ചോദ്യം. അതിജീവിതയുടെ മൊഴി വിശ്വാസയോഗ്യമല്ലെന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. ആ യൂറോപ്യൻ യാത്രയിൽ നടി വളരെ സന്തോഷത്തോടെയാണ് പോയതെന്നും കോടതിയുടെ നിരീക്ഷണം. കാവ്യയുമായി ബന്ധമുണ്ടെന്ന കാര്യം അറിഞ്ഞ മഞ്ജുവിനോട് തിരുത്തി പറയണമെന്ന് ദിലീപ് ആവശ്യപ്പെട്ടോ എന്ന വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത്. ക്രൈം ഡയറീസിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നടിയെ ആക്രമിച്ച കേസിൽ വിധിന്യായത്തിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമ്പോൾ അതിജീവിതയുടെ മൊഴിയും കോടതി വിശ്വാസത്തിലെടുത്തില്ലെന്ന് വ്യക്തം തന്നെ. ദിലീപ് ഭീഷണിപ്പെടുത്തിയെന്ന നടിയുടെ മൊഴി വിശ്വാസയോഗ്യമല്ലെന്നാണ് വിചാരണ കോടതിയുടെ വിലയിരുത്തൽ. ഗൂഢാലോചനയിലെ നിർണായകമായ ഈ കാര്യത്തിൽ തെളിവില്ലെന്നാണ് കോടതിയുടെ കണ്ടെത്തലും. കാവ്യയുമായി ദിലീപിന് ബന്ധമുണ്ടെന്ന കാര്യം അറിഞ്ഞ മഞ്ജു വാര്യരോട് അത് തിരുത്തി പറയണമെന്ന് ദിലീപ് ആവശ്യപ്പെട്ടെന്നായിരുന്നു നടിയുടെ മൊഴി. തുടർന്ന് ഭീഷണിപ്പെടുത്തിയെന്നും മൊഴിയിലുണ്ടായിരുന്നു. എന്നാൽ ഇതിന് സാക്ഷികളില്ലെന്നും ഇതേക്കുറിച്ച് നടി ആരോടും പറഞ്ഞതായി തെളിവില്ലെന്നും കോടതി വിധിയിൽ പറയുന്നു. 2012 കൊച്ചിയിൽ വെച്ച് യൂറോപ്യൻ യാത്രയ്ക്കുള്ള റിഹേഴ്സൽ ഉണ്ടായിരുന്നു. ഇതിൽ ദിലീപും ആക്രമിക്കപ്പെട്ട നടിയുമായിരുന്നു ലീഡിംഗ് റോളുകൾ ചെയ്തിരുന്നത്. ഈ സമയത്ത് തന്നോടുള്ള വിരോധം മൂലം ദിലീപ് ഒന്നും സംസാരിച്ചില്ലെന്ന് നടിയുടെ മൊഴിയിലുണ്ട്. എന്നാൽ രണ്ടുപേരും തമ്മിൽ സംസാരിച്ചില്ലെന്ന് എങ്ങനെ വിശ്വാസയോഗ്യമാകുമെന്നാണ് കോടതി ചോദിക്കുന്നത്. സ്റ്റേജ് ഷോയ്ക്കിടെ മാത്രമാണ് ദിലീപ് സംസാരിച്ചതെന്ന് നടി മൊഴി നൽകിയിട്ടുമുണ്ട്. തന്റെ അടുത്ത് വന്ന് തറയിലിരുന്ന് ദിലീപ് എന്തിനാണ് മഞ്ജുവിനോട് കാവ്യമായുള്ള അടുപ്പത്തെക്കുറിച്ച് പറഞ്ഞതെന്നും അത് തിരുത്തി പറയണമെന്നും ആവശ്യപ്പെട്ടു. ആ സമയത്ത് മഞ്ജു തെളിവുകളുമായാണ് തന്റെ അടുത്ത് വന്നതെന്നും അതെങ്ങനെ താൻ നിരാകരിക്കുമെന്നും നടി ചോദിക്കുന്നു. താൻ വിചാരിക്കുന്നവർ മാത്രമേ മലയാള സിനിമയിൽ നിന്നിട്ടുള്ളൂ എന്ന് ദിലീപ് ഭീഷണിപ്പെടുത്തിയെന്നും നടി മൊഴി നൽകുന്നു. എന്നാൽ ദിലീപിന്റെ ഭീഷണി എന്തുകൊണ്ട് മറ്റു താരങ്ങൾ കേട്ടില്ലെന്നും നടിയുടെ അടുപ്പക്കാർ ഉണ്ടായിട്ടും ഇക്കാര്യം എന്തുകൊണ്ട് ആരോടും പറഞ്ഞില്ലെന്നും കോടതി ചോദിക്കുന്നു. നടി രഹസ്യമായി വെച്ചുവെന്നും യൂറോപ്യൻ യാത്രയിൽ നടി വളരെ സന്തോഷത്തോടെയാണ് പോയതെന്നും കോടതി നിരീക്ഷിക്കുന്നു. ആ യാത്ര സംഘടിപ്പിച്ചത് ദിലീപാണെന്നും അങ്ങനെ ഒരു ഭീഷണി ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് നടി യാത്ര തുടർന്നെന്നും കോടതി ചോദിക്കുന്നു. എന്തെങ്കിലും അസാധാരണമായ സംഭവങ്ങൾ ഉണ്ടായതായി കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടില്ലെന്നുമാണ് കോടതി പറയുന്നത്. അതേസമയം അതിജീവിതയുടെ മൊഴിയിലെ പൊരുത്തക്കേടും കൊട്ടേഷൻ നൽകിയത് ഒരു മാഡമാണെന്ന ഒന്നാം പ്രതിയുടെ വെളിപ്പെടുത്തലിൽ മതിയായ അന്വേഷണം നടക്കാത്തതും ദിലീപിന് രക്ഷയായി എന്നതാണ് കോടതിയുടെ നിഗമനം. നടിയെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം പിടുങ്ങാനാണ് പ്രതികൾ കുറ്റകൃത്യം ചെയ്തതെന്ന സൂചനയാണ് അന്വേഷണ സംഘം ആദ്യം മുന്നോട്ട് വച്ചിരുന്നതെന്നും കോടതി ചൂണ്ടിക്കാട്ടി. കൊട്ടേഷൻ നൽകിയത് ഒരു മാഡമാണെന്ന് ആക്രമണ സമയത്ത് സുനി പറഞ്ഞിരുന്നു. ഇക്കാര്യം അതിജീവിതയുടെ മൊഴിയിലുമുണ്ട്. ആ വഴിക്ക് കാര്യമായ അന്വേഷണം നടന്നിട്ടില്ല. പ്രത്യേക അന്വേഷണ സംഘ തലവൻ ദിനേന്ദ്ര കാശ്യപിനെ നോക്കുകുത്തിയാക്കി ADGP ബി സന്ധ്യയുടെ നിർദ്ദേശപ്രകാരം തന്നെ കേസിൽപ്പെടുത്തിയതാണെന്നാണ് ദിലീപ് വാദിച്ചത്. ഗൂഢാലോചന 2013 തുടങ്ങിയെന്നാണ് പ്രോസിക്യൂഷൻ വാദം. 2017 ആക്രമണം ഉണ്ടായത്. സുനി മറ്റൊരു കേസിൽ ഒളിവിലായതുകൊണ്ടാണ് കൃത്യം വൈകിയതെന്ന് പോലീസ് പറയുന്നു. പക്ഷേ ഒളിവിലല്ലെന്നാണ് കോടതി കണ്ടെത്തിയത്. ഇക്കാലയളവിൽ പ്രതി കോടതിയിലും വീട്ടിലും എത്തിയിരുന്നു. നടൻ മുകേഷിന്റെ ഡ്രൈവറായും പ്രവർത്തിച്ചു. ഇതിനെക്കുറിച്ച് അന്വേഷിച്ചില്ലെന്നാണ് പോലീസ് വിശദീകരിച്ചത്. ഇത് കോടതി വിശ്വാസത്തിലെടുത്തില്ല. പൾസർ സുനി പകർത്തിയ അപകീർത്തികരമായ ദൃശ്യങ്ങളിലുള്ളത് പ്രോസിക്യൂഷൻ ഉന്നയിച്ചതുപോലെ വിവാഹമോതിരമല്ലെന്നും അതിജീവിതയുടെ വിവാഹ നിശ്ചയം നടന്നത് കുറ്റകൃത്യത്തിന് ശേഷമാണെന്നും കോടതി കണ്ടെത്തി. ഗൂഢാലോചനയുമായി ദിലീപിന് ബന്ധമുണ്ടെന്ന് സ്ഥാപിക്കാൻ അതിജീവിതയെ തിരിച്ചറിയുന്നതിന് വിവാഹമോതിരം കൂടി ചിത്രീകരിക്കണമെന്ന് ദിലീപ് നിർദ്ദേശിച്ചതായാണ് പോലീസ് പറഞ്ഞത്. ആദ്യം സമർപ്പിച്ച കുറ്റപത്രത്തിൽ ഇതില്ല. പിന്നീട് മൊഴി നൽകാനെത്തിയപ്പോഴാണ് നടി മോതിരം അന്വേഷണ സംഘത്തിന് കൈമാറിയത്. മുമ്പ് നൽകിയ മൊഴികളിലൊന്നും വിവാഹമോതിരത്തെക്കുറിച്ച് അതിജീവിത പറയാതിരുന്നത് എന്തുകൊണ്ട് എന്നതിന് വിശദീകരണമില്ല. ഇതോടെ ദിലീപും സുനിയും ഇക്കാര്യം പറഞ്ഞ് ഗൂഢാലോചന നടത്തിയെന്ന് തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു. സിനിമാ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് ഗോവയിലെത്തിയപ്പോൾ പൾസർ സുനി ആക്രമണത്തിന്റെ റിഹേഴ്സൽ നടത്തിയെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. സുനി ഓടിച്ച കാറിൽ പതിവായി സഞ്ചരിച്ചിരുന്ന അതിജീവിത അങ്ങനെ സംശയിച്ചതായി പറയുന്നില്ല. ഗോവയിൽ നിന്ന് മടങ്ങിയതിന് പിന്നാലെ പൾസർ സുനി ദിലീപിന്റെ ആലുവയിലെ വീടിന് സമീപം എത്തിയെന്ന് സാക്ഷിമൊഴി. തീയതി വ്യക്തമാക്കാത്തതിനാൽ വിശ്വാസയോഗ്യമല്ല. സിനിമാ സെറ്റുകളിലേക്ക് 2015 വരെ അച്ഛനാണ് അനുഗമിച്ചിരുന്നതെന്നും അച്ഛന്റെ മരണശേഷം അമ്മ കൂടെ വരാറുണ്ടായിരുന്നുവെന്നും അമ്മയ്ക്ക് സുഖമില്ലാതെ വന്നപ്പോഴാണ് ഒറ്റയ്ക്ക് യാത്ര തുടങ്ങിയതെന്നുമാണ് അതിജീവിത കോടതിയിൽ പറഞ്ഞത്. ഇത് പുതിയ കഥയാണെന്നും പ്രഥമ മൊഴികളിലൊന്നും ഈ അച്ഛൻ അമ്മ പരാമർശമില്ലെന്നുമുള്ള പ്രതിഭാഗത്തിന്റെ ആരോപണം പരിഗണന അർഹിക്കുന്നുവെന്ന് കോടതി വ്യക്തമാക്കി. അതേസമയം നടിയെ ആക്രമിച്ച കേസിൽ അതിവേഗ അപ്പീൽ നീക്കവുമായി മുന്നോട്ടു പോവുകയാണ് സർക്കാർ. ഇന്നു തന്നെ നടപടികൾ തുടങ്ങിയേക്കും.
അപ്പീൽ നടപടികൾക്ക് ശുപാർശ ചെയ്ത് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ സർക്കാരിന് കത്ത് നൽകിയെന്നാണ് അറിയാൻ കഴിയുന്നത്. അതിജീവിതയ്ക്ക് പിന്തുണയുമായി കൂടുതൽ നടിമാർ രംഗത്ത് വരികയും ചെയ്യുന്നു. എന്തുതന്നെയായാലും ഈ വിഷയത്തിൽ വീണ്ടും ഒരു അന്വേഷണം നടക്കുമെന്ന് പ്രതീക്ഷിക്കാം. കുറ്റക്കാർ ശിക്ഷിക്കപ്പെടുമെന്ന് കരുതാം. നീതിദേവത കണ്ണു തുറക്കുമെന്ന് കരുതാം. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.